ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയുമായിട്ടാണ്. കൂടെ കഴിക്കാൻ കറികളോ സൈഡ് ഡിഷോ ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ, നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബനാന പാൻ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് ഏത് പഴവും യൂസ് ചെയ്യാം. റോബസ്റ്റ് പഴമോ ചെറിയ പഴമോ ഏത് പഴവും യൂസ് ചെയ്യാം. എന്നിട്ട് ആ പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു മുട്ടയെങ്കിലും ചേർത്ത് കൊടുക്കണം. മുട്ട ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പോളം ഗോതമ്പ് മാവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് മാവിന് പകരം മൈദ മാവും ചേർത്ത് കൊടുക്കാം. ഏത് ചേർത്താലും കുഴപ്പമില്ല. ഗോതമ്പ് മാവാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. മൈദ മാവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും 1 കപ്പ് ഗോതമ്പ് മാവാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് പാലാണ്. അപ്പോൾ പാല് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മിക്സി ഇതൊന്ന് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ രീതി കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടത്. അധികം ലൂസും ആവരുത്, നല്ല ടൈറ്റും ആവരുത്. നമ്മുടെ ദോശയുടെ മാവൊക്കെ പോലെ കുറച്ചൊരു തിക്നെസ്സിൽ വേണം. പിന്നെ ഇതിലോട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ താവയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ താവയിലോ ഏതിലാണോ നിങ്ങൾക്ക് താല്പര്യം അതിൽ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാവ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ചുറ്റി കൊടുക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ മേലെ ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ആ വശം കൂടെ ഒന്ന് കുക്കായിട്ടാകുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരും കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കഴിച്ച് നോക്കണം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് അതും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.